ദിവ്യകാരുണ്യ ഈശോയോടുള്ള ചെറുജപം. ദിവ്യകാരുണ്യ ഈശോയെ, ഇതാ ഞാൻ എൻ്റെ ജീവിതവും ജീവിതാനുഭവങ്ങളും പേറി അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കിയിരിക്കുന്നു. എനിക്കായി ജ്വലിച്ചെരിയുന്ന അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹരശ്മികൾ പതിച്ച് എൻ്റെ മുഖത്തെ കണ്ണീരുണങ്ങുന്നതുവരെ ഞാൻ എൻ്റെ നോട്ടം മാറ്റുകയില്ല. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അങ്ങ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതുവരെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്നും പോവുകയില്ല. ഈശോയെ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും വസിക്കുന്നു. എന്നാലും ചില സമയങ്ങളിൽ എൻ്റെ ആത്മാവിന് അങ്ങയുടെ ഹൃദയപ്രകാരം ഏകാന്തത തോന്നുന്നു. അങ്ങയെ ആത്മീയ നയനങ്ങളാൽ കാണാനോ അങ്ങയുടെ സ്വരം ശ്രവിക്കാനോ കഴിയാത്ത വിധം എൻ്റെ ചുറ്റുമുള്ള ലോകവും എൻ്റെ ഹൃദയവും ആത്മാവും ശബ്ദമുഖരിതവും കലുഷിതവുമായിരിക്കുന്നു. ഇവിടെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ മനുഷ്യർക്ക് ദൃശ്യനായി അവിടുന്ന് ഇരിക്കുമ്പോഴും അങ്ങയുടെ പക്കൽ ഞാൻ ഇരിക്കുമ്പോഴും പിതാവായ ദൈവത്തിന് തന്നെയാണല്ലോ മഹത്വം ലഭിക്കുന്നത്. പിതാവായ ദൈവം തന്നെയാണല്ലോ അങ്ങിലൂടെ സ്നേഹിക്കപ്പെടുന്നത്. ഈശോയെ, അവിടുന്ന് എന്നെ നോക്കുകയും എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയോട് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, ആത്മീയമോ ഭൗതികമോ ആകട്ടെ, അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ തരുന്നു. എൻ്റെ ചിന്തകളും പ്രവൃത്തികളും അങ്ങ് കാണണമേ. അങ്ങയുടെ മുഖപ്രകാശത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അരൂപിയായി ഇപ്പോൾ എൻ്റെ ആത്മാവിലേക്ക് സർവമഹിമ പ്രതാപവാനായി കടന്നുവന്ന് എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും സ്വന്തമാക്കണമേ. അങ്ങ് എന്നിൽ വസിക്കുന്നു എന്നുള്ള ഓർമ്മ എനിക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മുൻപാകെ എൻ്റെ ആത്മാവിന് നിശബ്ദമായി വിനയത്തോടെ അങ്ങയുടെ വാക്കുകൾ കേൾക്കാനായി വ്യാപരിക്കട്ടെ. ഈശോയെ, അങ്ങേ എൻ്റെ ആത്മാവിൻ്റെ നാഥനും രക്ഷകനും ഏക കർത്താവുമായി ഒരിക്കൽ കൂടി ഞാൻ ഏറ്റുപറയുന്നു. ആത്മാവിൽ അനവരതം അങ്ങയെ സ്തുതിച്ച് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കാനും ഓരോ നിമിഷവും എൻ്റെ ആത്മാവ് ജാഗരൂകതയോടെ നിലകൊണ്ട് ഒരുക്കമുള്ളതായി കാണപ്പെടാനും എന്നെ സഹായിക്കുവാനായി ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ അങ്ങിലൂടെ എൻ്റെ പക്കലേക്ക് അയക്കണമേ. ഈശോയെ, നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യ ഈശോയോടുള്ള ചെറുജപം. ദിവ്യകാരുണ്യ ഈശോയെ, ഇതാ ഞാൻ എൻ്റെ ജീവിതവും ജീവിതാനുഭവങ്ങളും പേറി അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കിയിരിക്കുന്നു. എനിക്കായി ജ്വലിച്ചെരിയുന്ന അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹരശ്മികൾ പതിച്ച് എൻ്റെ മുഖത്തെ കണ്ണീരുണങ്ങുന്നതുവരെ ഞാൻ എൻ്റെ നോട്ടം മാറ്റുകയില്ല. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അങ്ങ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതുവരെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്നും പോവുകയില്ല. ഈശോയെ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും വസിക്കുന്നു. എന്നാലും ചില സമയങ്ങളിൽ എൻ്റെ ആത്മാവിന് അങ്ങയുടെ ഹൃദയപ്രകാരം ഏകാന്തത തോന്നുന്നു. അങ്ങയെ ആത്മീയ നയനങ്ങളാൽ കാണാനോ അങ്ങയുടെ സ്വരം ശ്രവിക്കാനോ കഴിയാത്ത വിധം എൻ്റെ ചുറ്റുമുള്ള ലോകവും എൻ്റെ ഹൃദയവും ആത്മാവും ശബ്ദമുഖരിതവും കലുഷിതവുമായിരിക്കുന്നു. ഇവിടെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ മനുഷ്യർക്ക് ദൃശ്യനായി അവിടുന്ന് ഇരിക്കുമ്പോഴും അങ്ങയുടെ പക്കൽ ഞാൻ ഇരിക്കുമ്പോഴും പിതാവായ ദൈവത്തിന് തന്നെയാണല്ലോ മഹത്വം ലഭിക്കുന്നത്. പിതാവായ ദൈവം തന്നെയാണല്ലോ അങ്ങിലൂടെ സ്നേഹിക്കപ്പെടുന്നത്. ഈശോയെ, അവിടുന്ന് എന്നെ നോക്കുകയും എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയോട് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, ആത്മീയമോ ഭൗതികമോ ആകട്ടെ, അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ തരുന്നു. എൻ്റെ ചിന്തകളും പ്രവൃത്തികളും അങ്ങ് കാണണമേ. അങ്ങയുടെ മുഖപ്രകാശത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അരൂപിയായി ഇപ്പോൾ എൻ്റെ ആത്മാവിലേക്ക് സർവമഹിമ പ്രതാപവാനായി കടന്നുവന്ന് എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും സ്വന്തമാക്കണമേ. അങ്ങ് എന്നിൽ വസിക്കുന്നു എന്നുള്ള ഓർമ്മ എനിക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മുൻപാകെ എൻ്റെ ആത്മാവിന് നിശബ്ദമായി വിനയത്തോടെ അങ്ങയുടെ വാക്കുകൾ കേൾക്കാനായി വ്യാപരിക്കട്ടെ. ഈശോയെ, അങ്ങേ എൻ്റെ ആത്മാവിൻ്റെ നാഥനും രക്ഷകനും
ഏക കർത്താവുമായി ഒരിക്കൽ കൂടി ഞാൻ ഏറ്റുപറയുന്നു. ആത്മാവിൽ അനവരതം അങ്ങയെ സ്തുതിച്ച് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കാനും ഓരോ നിമിഷവും എൻ്റെ ആത്മാവ് ജാഗരൂകതയോടെ നിലകൊണ്ട് ഒരുക്കമുള്ളതായി കാണപ്പെടാനും എന്നെ സഹായിക്കുവാനായി ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനെ അങ്ങിലൂടെ എൻ്റെ പക്കലേക്ക് അയക്കണമേ. ഈശോയെ, നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.